ഇവിടെ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ പ്രോബ്ലമാണ്. എ മാൻ സോൾഡ് 2 articles for 720 ഈച്ച് എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് ഈക്വലാണ്. ഓക്കെ, അപ്പം ഹി ഗെയിൻ 20%. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് 20% ഗെയിൻ ഉണ്ട്. 20% ഫ്രാക്ഷൻ വാല്യൂ അറിയാം. 20% എന്ന് പറഞ്ഞാൽ 1/5 ആണ്. അപ്പം ഇവിടെ കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് 5 ആയിരുന്നത് 20% ഗെയിനിൽ 6 രൂപയ്ക്ക് വിൽക്കുക. ആൻഡ് അതർ ഗെറ്റ് ലോസ്റ്റ് 20%. അപ്പോൾ 20% ലോസ്. അപ്പം കോസ്റ്റ് പ്രൈസ് 5 ലോസ് എന്ന് പറയുമ്പോൾ 1 കുറയ്ക്കുക 4. പക്ഷേ ഇവിടെ പറഞ്ഞിട്ട് സെല്ലിംഗ് പ്രൈസ് ഈക്വലാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ 6 ഇവിടെ 4. അപ്പോൾ അത് പോസിബിൾ അല്ല. അപ്പോൾ ഇത് രണ്ട് ഈക്വൽ ആക്കുക. എങ്കിൽ നമ്മുടെ ഈ റേഷ്യോ രണ്ടും ഈക്വലാണ്. അപ്പോൾ നമ്മൾ റേഷ്യോ കമ്പയർ ചെയ്യാൻ പറ്റും. ഇവിടെ റേഷ്യോ ഈക്വൽ അല്ല. കാരണം എന്താ, സെല്ലിംഗ് പ്രൈസ് ഈക്വൽ അല്ല. ഫസ്റ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ് ഈക്വലായി 720. അപ്പം ഇതിന് ഈക്വൽ ആക്കുക. അപ്പം 6, 4 LCM 12 ആല്ലേ. അപ്പം 6 എങ്ങനെ 12 ആകാം? ഇൻറ്റു 2 ചെയ്യുക. 4 എങ്ങനെ 12 ആവാം? ഇൻറ്റു 3 ചെയ്യുക. അപ്പോൾ ന്യൂ റേഷ്യോ എന്ന് പറഞ്ഞാൽ 5 × 2 10. അടുത്ത 6 × 12. ഇവിടെ 50. ഇവിടെ 12. ഇവിടെ കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് ഈക്വലായി. അപ്പോൾ ഫൈൻഡ് ദ ടോട്ടൽ ലോസ് ആൻഡ് ഗെയിൻ ഇൻ ട്രാൻസാക്ഷനാണ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ലോസ് ഓർ ഗെയിനാണ്. അപ്പം ടോട്ടൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കോസ്റ്റ് പ്രൈസിൻ്റെ സം എടുക്കുക. അപ്പം ഈ 25. ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് എന്ന് വെച്ചാൽ 24. അപ്പോൾ ഇവിടെ ലോസാണ് സംഭവിക്കുക. നമുക്ക് ഓപ്ഷൻ പ്രോഫിറ്റ് ഇത് രണ്ട് ക്യാൻസലാക്കാം. ഇതിൽ ഏതെങ്കിലും ഒരു ആൻസർ. അപ്പോൾ നോക്കാം. ഇതെന്ന് പറഞ്ഞാൽ 24 എന്ന് വെച്ചാൽ 2 പേരുടെയും സെല്ലിംഗ് പ്രൈസാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എ മാൻ സോൾഡ് 2 articles for 720 ഈച്ച്. അപ്പോൾ ഒന്നിൻ്റെ വാല്യൂ എന്നാ, 2 പേരുടെ 24. അപ്പോൾ ഒന്നിൻ്റെ വാല്യൂ 12. 12ൻ്റെ റേഷ്യോയുടെ വാല്യൂ ആ 720 × 16. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഇവിടെ വരുന്ന ലോസ് അല്ലേ, ഒന്നിൻ്റെ വാല്യൂ അല്ലേ. ഒന്നിൻ്റെ വാല്യൂ എന്താ, 60 ലോസ്. ഈസിയാണ്.